എന്റെ പേര് മാറ്റി എന്നാണ്. നടീനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് 2ാം പ്രതിയായിട്ട് റിമാൻഡ് ചെയ്താർന്ന 5 കൊല്ലത്തോളം. അതിനുശേഷം സുപ്രീം കോടതി ബെയിലിൽ ഇറങ്ങിയത്. ഈ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ, ഞാൻ കണ്ടതും കേട്ടതും യഥാർത്ഥ സത്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ നടൻ ലാല് പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. ഒരുപാട് കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഇതിന്റെ പേരിൽ എന്റെ ജീവന് വരെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇതിലെ രഹസ്യമായിട്ട് യഥാർത്ഥ സത്യങ്ങൾ ഞാൻ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് യഥാർത്ഥത്തിൽ ഈ കേസിൽ പുറത്ത് കാണുന്നുള്ള കാര്യങ്ങളല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയേക്കുന്ന കഥകളാണ് മൊത്തം പുറത്തു വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. നടീനെ ആക്രമിച്ചെന്ന് പറയുന്ന കാര്യങ്ങൾ വെറുതെ പൾസർ സുനിയും നടൻ ലാലും മഞ്ജു വാര്യറും രമ്യ നമ്പേശനും കൂടി ആലോചന നടത്തി ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ്. ദിലീപിനെ തകർക്കാൻ വേണ്ടി ഈ കേസ്. അതിന്റെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. നടൻ ലാലിന്റെ വീട്ടിൽ നിന്ന് ആണ് എന്നെ, ലാലിന്റെ വണ്ടിയിൽ, XUV വണ്ടിയിലാണ് എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. സംഭവ ദിവസം രാത്രി എന്നെ വിടണേ, തൃശ്ശൂർ പോയി ഞാൻ കൊണ്ടുവന്ന എന്റെ ഇടയ്ക്ക് നടീനെ വണ്ടി തട്ടി ആക്രമിച്ചെന്നൊക്കെ പറയുന്നത് വെറുതെ നുണ പറയുന്നതാണ്. പൾസർ സുനിയും ലാലും മഞ്ജു വാര്യരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയുടെ അനന്തരഫലമാണ് ഈ കേസ്. നടീനെ ആക്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് വെറുതെ നുണ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതിൽ പിന്നെ എന്റെ ഫോൺ ഉപയോഗിച്ചിരുന്നതും പൾസർ സുനിയാണ്. അത് നടൻ ലാലിന്റെ വീട്ടില് വെച്ച് ലാല് എന്റെ കുത്തിന് പിടിച്ചത് വാങ്ങിച്ചു. എന്നെ കൊണ്ട് ഒരു 5 വെള്ള പേപ്പറിൽ സൈൻ ചെയ്യിച്ചായിരുന്നു. നീ എന്റെ ലക്ഷങ്ങൾ വാങ്ങിച്ചാനുള്ള തെളിവാ. ഈ കണ്ടതും കേട്ടതുമായ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു പറയുന്നു പറഞ്ഞ് ലാലും പ്രൊഡ്യൂസർ ആൻഡോ ജോസഫും പിന്നെ ലാലിന്റെ മകൻ അനൂപ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ്, ലാലിന്റെ മകൻ ജീൻ പോൾ, ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്നെ ശരിക്കും ഉപദ്രവിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് യതീഷ് ചന്ദ്ര IPS എന്നെ ഹാൻഡ് ഓവർ ചെയ്യണം. DGP ലോകനാഥ് ബെഹ്റേനെ അവിടെ വെച്ച് ലാല് വിളിച്ചിട്ട് പറഞ്ഞു, ഡ്രൈവർ പയ്യൻ ഇവിടെ ഉണ്ട്, അവന്റെ കാര്യങ്ങൾ ബാക്കി എന്താ വെച്ചാൽ സാർ ചെയ്തോ എന്ന് ലാല് ഫോണിൽ വിളിച്ച് പറയണ്ടായിരുന്നു. അതിനുശേഷം എന്നെ കൊണ്ടുപോയി കുറെ ഉപദ്രവിച്ച് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പുറത്തു പറയുമെന്നും പറഞ്ഞ് പോലീസുകാർ എന്നെ റിമാൻഡ് ചെയ്യുക ചെയ്തത്. നാളെ എനിക്ക് എന്റെ ജീവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്റെ ജീവനിൽ എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എന്റെ പൂർണ്ണ ഉത്തരവാദികൾ നടൻ ലാലും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ശ്രീകുമാർ മേനോനുമാണ്. പല രീതിയിലുള്ള ഭീഷണികൾ എനിക്ക് നിലനിൽക്കുന്നുണ്ട്. ഒരു പെറ്റി കേസ് പോലും ഇന്നേപോലെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഒരു കേസിൽ തന്നെ ഞാൻ അറിയാതെ എന്നെ ചതിച്ചത്. 5 വർഷത്തോളമായിട്ട് ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിച്ചിട്ട് സുപ്രീം കോടതി ബെയിലിൽ എന്നെ സഹായിച്ച് വക്കീൽമാരെ സഹായിച്ച് ഇറക്കുക. എനിക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി, ആൾബലോ രാഷ്ട്രീയ ബന്ധങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. സത്യാവസ്ഥ എനിക്ക് പൊതുജനത്തെ അറിയിക്കാൻ വേണം. ബഹുമാനത്തെ നീതിപീഠത്തിൽ എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്.